ചാനൽ. ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ മൂന്നാർ പോയ വീഡിയോയിൽ കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇന്ന് ഞാനിപ്പം കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇടുക്കി ജില്ലയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അഞ്ചുരുളി, രാമക്കൽമേട്, കാൽവറി മൗണ്ട് ഇങ്ങനത്തെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് ആണ് ഇന്ന് നമ്മൾ പോകാൻ വിസിറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന ലൊക്കേഷന് നമ്മൾ അറൗണ്ട് ഒരു 50 കിലോമീറ്ററെങ്കിലും നമ്മൾ മൊത്തത്തിൽ ട്രാവൽ ചെയ്താലേ നമുക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിലാണ്. ഇവിടെ നമ്മൾ എന്തായാലും ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത്രയും വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ. ഇനി ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും പോയാലോ. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് വേണം നമുക്കിനി അങ്ങോട്ട് അഞ്ചുരുളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം പോകുന്ന ഡെസ്റ്റിനേഷൻ അഞ്ചുരുളിയാണ്. നമ്മളിനി ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്ററെങ്കിലും നമ്മൾ അങ്ങോട്ട് പോവേണ്ടി വരും ആ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്, എന്നാലും സഹിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് സമയം ഒട്ടും കളയണ്ട, പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. ഇതിപ്പോൾ അഞ്ചുരുളിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ടപ്പന നമ്മൾ കഴിഞ്ഞു. കട്ടപ്പന കഴിഞ്ഞിട്ട് 5 കിലോമീറ്ററായി. അഞ്ചുരുളിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാക്സിമം റോഡ് കുറച്ച് ഷൂട്ട് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മുടെ കയ്യിൽ മൊബൈൽ ഹോൾഡർ ഇല്ല. മൊബൈൽ ഹോൾഡർ അടിച്ചു പോയി. സോ ഇതെല്ലാം കയ്യിലാണ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. റോഡിൻ്റെ വിഷ്വൽസ്, ഓടിക്കൊണ്ടിരിക്കുന്ന വിഷ്വൽസ് കുറച്ച് കുറവായിരിക്കും കേട്ടോ. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ പോരായ്മ നികത്തുന്നതായിരിക്കും. ഓക്കെ, ഇനി 3 കിലോമീറ്റർ കൂടെ എത്തുമ്പോൾ അഞ്ചുരുളി എത്തുന്നതാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഭയങ്കര ഒരു കാട് വഴിയാണ്. ഭയങ്കര അഴുക്ക റോഡായിരുന്നു കേട്ടോ. ഭയങ്കര അഴുക്ക റോഡും കാട് വഴിയായിരുന്നു. നമ്മൾ ഏറെക്കുറെ അഞ്ചുരുളി എത്താറായി കേട്ടോ. അതാ പോകുന്ന വഴിക്ക് ചെറിയൊരു കനാലൊക്കെ ഉണ്ട്. നമുക്ക് ഞാനിപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട് അഞ്ചുരുളി. ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ റോഡ് കണ്ടോ പണി നടക്കുക. അങ്ങോട്ട് പോകാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു വണ്ടിയിൽ. സോ ഞാൻ നടന്നു പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഓക്കെ, നമുക്ക് നോക്കാം, എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ നിന്ന് എത്തിയപ്പോഴത്തേനും ഞാൻ അവരോട് ചോദിച്ചു 2 വീലർ എങ്കിലും ഒന്ന് കടത്തി വിടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല, ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കാണ്, ഒന്നും കടത്തി വിടുകയല്ല എന്ന് പറഞ്ഞു. 2.5 കിലോമീറ്റർ നടക്കണം നമ്മളൊന്ന്. വെള്ളം പോലും ഇല്ല. നോക്കാം എന്താവും നോക്കാം. ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ. ഓക്കെ, എൻ്റെ മുന്നിൽ വേറെ ഫാമിലി ഉണ്ട് കേട്ടോ. അവർ നടന്നു പോകാൻ ഞാൻ അവരോട് പറഞ്ഞു ഇവിടം വരെ വന്നിട്ട് ഇവിടെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മുന്നേ നടന്നുപോയി. അപ്പം അവിടെ കൊടുത്ത് നടന്നാൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പെയ്യാൻ നടക്കും. ഞാൻ അവരെ കാണിച്ചു തരാം. കണ്ടോ, അവരെ കണ്ടോ, അവർ മാങ്ങയ്ക്ക് കല്ലെറിയുന്നുണ്ട്. ഇനിയും 1.5 കിലോമീറ്റർ കൂടെ നമ്മൾ നടക്കാറുണ്ട്. ഇങ്ങനൊരു ട്രക്കിങ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആദ്യം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10-30 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് കട്ടപ്പന കഴിഞ്ഞു. കട്ടപ്പന വഴി നമ്മൾ അഞ്ചുരുളി വന്നു. അഞ്ചുരുളി റോഡ് കയറി കട്ടപ്പന വന്നു. ഇപ്പം അഞ്ചുരുളി വന്നു. ഇപ്പം ട്രക്കിങ്ങിലൂടെ അഞ്ചുരുളി വാട്ടർഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏറെക്കുറേയൊക്കെ അഞ്ചുരുളി എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ വെൽക്കം ടു അഞ്ചുരുളി എന്ന് ബോർഡുണ്ട്. പിന്നെ ചെറിയതായിട്ട് നമുക്കവിടെ വെള്ളത്തിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. കണ്ടോ, ഒരു ഡാമാണെന്ന് തോന്നുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയി നോക്കാം, എന്താവും നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു പള്ളി, ഇവിടെ ഒരു ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട്. ഈ ഒരു റോഡ് എൻഡ് ചെയ്യുന്നത് അഞ്ചുരുളിയിലേക്കാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ റോഡിൻ്റെ അവസാനത്തിൽ വന്നു. കുറച്ച് കടയൊക്കെ വന്നിട്ട് താഴേക്കൊരു വഴി കാണുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടി നൂനാലായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള അഞ്ചുരുളി റിസർവിലെത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡാമാണ്, ഓപ്പൺ ഡാമിൻ്റെ ഒരു സൈഡാണ്. നല്ല ഭംഗിയുണ്ട്. കണ്ണത്തോ ദൂരത്തോളം വെള്ളം കിടക്കുന്ന ഒരു പ്രതീതമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയാണ്, വലിയ കായലൊക്കെ പോലെ. ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഇതെല്ലാം റിസർവ് വനമാണ്. നമുക്ക് പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാമല്ലോ. അങ്ങനെ നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്ത് അഞ്ചുരുളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാരൊന്നുമില്ല, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഒത്തിരി ആൾക്കാരുടെ റഷും ഇല്ല. ഒരു പക്ഷേ സീസൺ ആവാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും കൊള്ളാം, നല്ലൊരു സ്ഥലം. ഒത്തിരി വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് നല്ല രീതിക്ക് നീരൊഴുക്കൊക്കെ കണ്ട് ഇങ്ങനെ
എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ, പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റും. താഴേക്ക് കുഴിയാണ്, നല്ല ആഴത്തിൽ വലിയൊരു തടാകം പോലെ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ണിന് ഭയങ്കര സന്തോഷമേകുന്നൊരു വ്യൂ തന്നെയാണ്, 100% പറയാം. എന്തായാലും ഇവിടം വരെ വന്ന ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. അതപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നല്ലോണം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഇവിടെ നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് നമുക്ക് മീനൊക്കെ പിടിച്ചൊക്കെ ഇരിക്കണമെങ്കിൽ അതും ഇവിടെ പറ്റും. ഒത്തിരി പേര് ചൂണ്ടയിടുന്നുണ്ട്, വലയിടുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നൊരു ആക്ടിവിറ്റി തന്നെയാണ് കേട്ടോ. എന്തായാലും നമുക്കിനി അങ്ങോട്ട് എന്താണെന്ന് പോയി നോക്കാം. ഇവിടെ കുറച്ച് പേരൊക്കെ ഇതിൻ്റെ വാട്ടർഫാളിൻ്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ട്. ഈ വെള്ളം എവിടെ നിന്ന് വരുന്നതെന്ന് നമുക്ക് കാണണ്ടേ. ശരിക്കും അതിൻ്റെ ഒരു ഉറവിടമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ കണ്ടോ, ഈ ഒരു വെള്ളം ഫുള്ളും നമുക്ക് വരുന്നത് ശരിക്കും ഈ ഒരു വാട്ടർഫാൾസിൽ നിന്നാണ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല ആഴത്തിൽ നല്ല ഫോഴ്സിൽ വരുന്ന വെള്ളമാണ്. ശരിക്കും ഈ വെള്ളം വരുന്നത് ഇരട്ടയാർ ഡാമിൽ നിന്ന് ഇടുക്കി റിസർവിലേക്ക് വരുന്ന ഒരു വലിയ ടണലുണ്ട്. 5.5 കിലോമീറ്റർ നീളം വരുന്നൊരു ടണലാണ്. ആ ടണലിലേക്ക് നമുക്ക് പോകാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ അവിടെ 2 പേര് മീനൊക്കെ പിടിക്കുന്നത് കണ്ടോ. ഭയങ്കര ഫോഴ്സിലുള്ള വരുന്ന വെള്ളമാണ്. അപ്പോൾ ഈ ടണലിൽ നിന്ന് ഇരട്ടയാർ ഡാമിൽ നിന്ന് ഇടുക്കി റിസർവിലേക്ക് വെള്ളം വിട്ടു കൊടുക്കുന്ന ടണലിൻ്റെ ഒരു വാട്ടർഫോൾ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഇതിൻ്റെ അകത്തേക്കാണ് ടണൽ വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ മുമ്പൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാൻ പോയിട്ട്. അപ്പം അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് ഇടുക്കി റിസർവിലേക്ക് പോകുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. താഴെ കണ്ടോ ആൾക്കാരൊക്കെ മീൻ പിടിക്കാനാണ് നിൽക്കുന്നത്. അതേപോലെ നമുക്ക് താഴേക്കൊക്കെ ഇറങ്ങി പോകാൻ സാധിക്കും. അത് പക്ഷേ ഒത്തിരി റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് വേറെ വഴികളും ഉണ്ട് ചുറ്റി വരുന്ന രീതിയിൽ. നമുക്കിപ്പോൾ അത് നോക്കാനുള്ള ഒരു കാലതാമസം ഉള്ളതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് പിന്നീട് എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കാം. ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കാനായിട്ട് വല എറിയുന്നത് നമുക്ക് കാണാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വല എറിയുന്നത് കാണാം. അതാ നിങ്ങൾക്കിത് കാണിക്കാൻ ഓർത്തു. കണ്ടോ, ഇരട്ടയാർ ഡാമിൽ നിന്ന് ഇടുക്കി റിസർവിലേക്ക് പോകുന്ന ഒരു 5.5 മീറ്ററോളം ലെങ്ത് വരുന്ന ഒരു ടണലുണ്ട്, വലിയ ടണൽ. ആ ടണൽ വഴിയാണ് ഇത്രയും വെള്ളം കുത്തൊഴുക്കോടെ ഇടുക്കി റിസർവിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ടണലിലേക്ക് നമുക്ക് പണ്ട് പോകാനുള്ള അനുമതി ഉണ്ടായിരുന്നു. ഇപ്പം വെള്ളം ഒത്തിരി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് അവർ കടത്തി വിടുകയില്ല. അതിൻ്റെ ഒരു ബോർഡാണ് ഇവിടെ വെച്ചേക്കുന്നത്. സോ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയല്ല. ഇപ്പം ഇവിടെ ഉള്ള ഈ ഒരു ലൊക്കേഷനിലുള്ള എടുക്കാൻ പറ്റുമോ? അയ്യോ, എനിക്ക് ലോക്കൊന്നുമില്ലേ? ലോക്ക് ഓക്കെ. അതൊരു ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിൻ്റെ വിഷ്വൽസ് നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. ഒരു ക്ലോസ് അല്ലേ. അപ്പോഴൊരു പയ്യൻ വന്നിട്ട് ഞാനത് എടുത്തു തരാൻ ചേച്ചി, എന്നെ ഷൂട്ട് ചെയ്യാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ എൻ്റെ ഒന്ന് ഫോണൊക്കെ മേടിച്ചിട്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. മതിൽ ചാടി അവൻ തന്നെ പോയി. അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി ഒന്നും അവൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കുറച്ചേ ഉള്ളൂ. അതിന് കണ്ടോ ആ ടണൽ കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു 5.5 മീറ്ററോളം ലെങ്ത് വരുന്ന ടണൽ. ഇപ്പൊ കണ്ട പയ്യനില്ലേ, അവന് ഈ മതില് ചാടി എനിക്ക് ആ ചാനലിന്റെ വ്യൂ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് അവൻ മതില് ചാടിയിട്ട് റെക്കോർഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വ്യൂ എന്ന് പറയാനായിട്ട്. ചാനൽ കാണാൻ പറ്റി, ചാനലിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാം. പിന്നെ വാട്ടർഫോൾസ്, ഈ ഒരു ഡാം, ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ നമുക്കിനി അയ്യപ്പൻ കോവിലുള്ള തൂക്കുപാലമുണ്ട്, ബ്രിഡ്ജ്, അതൊന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ വന്ന പോലെ 2 കിലോമീറ്ററോളം നമ്മൾ നടന്ന് തിരിച്ച് വേണം വണ്ടിയുടെ അടുത്തോട്ട് പോകാൻ. കഴിഞ്ഞു, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇനിയൊന്നുമില്ല, നമ്മളെല്ലാം ഷൂട്ട് ചെയ്തു. ബൈ ബൈ വാട്ടർഫോൾസ്. എന്നാലും അവനാരായിരിക്കും? ജഗന ജഗന ജഗ ജഗന ജഗന ജഗ ജഗന ജഗന, അതേപോലെ ഉണ്ടായിരുന്നു. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. നമുക്കിപ്പോൾ പെട്ടെന്നൊരു പയ്യൻ വന്നിട്ട് ഞാൻ വേണമെങ്കിൽ ചാനൽസിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എൻ്റെ ഫോൺ മേടിച്ചിട്ട് പോയി. ഞാൻ പിന്നെ കൊടുത്തു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. പെയ്യാൻ ന്യൂസ്
ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം മേടിക്കേണ്ട സാധനങ്ങൾ സ്നാക്സ് ഒക്കെ മേടിക്കണമെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നെല്ലാം ക്ലോസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 2 കിലോമീറ്റർ തിരിച്ച് നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോകാം. ഒത്തിരി പ്രയാസപ്പെട്ട് നമ്മളിവിടം വരെ വന്നു ഗൈസ്, ഈ വിഷ്വൽസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തിരിച്ച് വണ്ടിയിലേക്ക് പോകാം. അയ്യോ അടുത്ത് വെള്ളം. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഒത്തിരി നടന്നു. ഇനി ഞാനിവിടെ നിന്ന് അവിടെ മേലെത്തുന്നതിൻ്റെ ഒരു കാര്യം ആലോചിച്ച് ഇപ്പോഴേ തളർന്നിരിക്കുക. കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ കുടിക്കായിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമാണ്, വേണോ അങ്ങോട്ട് പോയി കുടിക്കാം. പക്ഷേ പോകാൻ പറ്റിയല്ല, കണ്ടോ ഉള്ളു ചെളിയാ. കുഴപ്പമില്ല, ഇനി വീട് ചെന്നിട്ട് അല്ല കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുഞ്ഞി കടയുണ്ട്, അവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാം. അമ്മേ, അങ്ങനെ നമ്മുടെ അഞ്ചുരുളി നമ്മൾ വിസിറ്റ് ചെയ്തു. ഇനി നമുക്ക് പോകേണ്ടത് അയ്യപ്പൻ കോവിലാണ്. അവിടെ പോയിട്ട് അവിടുത്തെ പാലത്തിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. ആരുമില്ല ഗൈസ്, ഒറ്റയ്ക്കേ ഉള്ളൂ. വഴിയിലെങ്ങും ഒരു മനുഷ്യൻ പോലുമില്ല. ഒരു ലിഫ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴേ ആൻറ്റി കറി വെക്കാനായിട്ട് ചക്കയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എനിക്ക് ഒരെണ്ണം തന്നു. അങ്ങനെ ഞാൻ മേടിച്ചു. വിശന്നിരിക്കില്ലേ, എന്തെങ്കിലും അവിടെ നിന്ന് ഞാൻ കഴിച്ചു. ഇവിടുത്തെ ലൊക്കേഷൻ ഒന്നും അറിയാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ തന്നെയാണ് നോക്കിയത്. ഇപ്പം അയ്യപ്പൻ കോവിലിൽ നിന്ന് അഞ്ചുരുളിയിൽ നിന്ന് അയ്യപ്പൻ കോവിലോട്ട് പോകാനുള്ള ലൊക്കേഷൻ ഇട്ടേക്കുന്നത്. ഭയങ്കര ചുറ്റി വഴിയാണ് കാണിക്കുന്നത്. ഒത്തിരി ചുറ്റിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡൊക്കെ ഭയങ്കര മോശമാണ്. നമ്മൾ നോക്കാം എവിടെ എത്തുമെന്ന്. ഇത്തിരി എഫോർട്ടുള്ള കാര്യമാണ്. കുത്തനെയുള്ള ഇറക്കമൊക്കെ ഇറങ്ങി ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു ലൊക്കേഷൻ. ഇനി ഒരു 500 മീറ്ററും കൂടി ഉള്ളൂ ഇവിടെ നിന്ന് അയ്യപ്പൻ കോവിലേക്ക്. ഞാൻ ആ ലൊക്കേഷൻ കാണിക്കാം. നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങി വന്ന ലൊക്കേഷൻ ഇതാണ്. ഇവിടെ നിന്ന് റൈറ്റ് ഒരു വഴി പോകുന്നുണ്ട്. അങ്ങനെ പോകാനാണ് ഗൂഗിൾ മാപ്പ് പറഞ്ഞേക്കുന്നത്. നമുക്ക് പോയി നോക്കാം. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം, വലിയ മരം. ഓക്കെ, എന്തായാലും നമുക്ക് പോയി നോക്കാം. മുമ്പോട്ട് വന്നപ്പോൾ ഞാൻ ആ തൂക്കുപാലം കണ്ടു. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആക്സസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് മൺപാതയാണ്. നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ ഇവിടെ നിന്ന് ആ തൂക്കുപാലം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ആ ബ്രിഡ്ജ് കണ്ടോ? ആ തൂക്കുപാലത്തിലേക്കാണ് നമുക്ക് പോവേണ്ടത്. കണ്ടോ? ഓക്കെ, ഇതാണ് നമ്മൾ പോവേണ്ട വഴി. ഇത് അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം, പോയി നോക്കാം. നമ്മൾ പാലത്തിൻ്റെ കുറച്ചുകൂടി അടുത്തെത്തി. ഈ വഴി ചെല്ലുമ്പോൾ പാലം എത്തുമെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും പോയി നോക്കാം. ഓക്കെ, ഞാൻ വന്ന വഴി ഭയങ്കര ഓഫ് റോഡ് കഴിഞ്ഞ വഴിയായിരുന്നു. അയ്യോ, ഒരു 4x4 ജീപ്പൊക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഗൈസ്, ഫൈനലി ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, അയ്യപ്പൻ കോവിൽ ബ്രിഡ്ജ്. കാണാം, ബാക്കിൽ കാണാം. ഓക്കെ, നമ്മൾ ഒത്തിരി ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് കറക്റ്റ് ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾക്ക് 2 വഴി കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മേളിലേക്ക് പോയാലും ഇവിടെ നിന്ന് താഴേക്ക് പോയാലും നമുക്ക് ആ ബ്രിഡ്ജിലെത്താം. ഞാനിപ്പോൾ മേളിലേക്ക് പോകാമെന്ന് ഓർക്കുന്നു. എന്തായാലും അവിടെ ചെന്നിട്ട് അവിടുത്തെ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല, നമ്മൾ നേരത്തെ കണ്ട അഞ്ചുരുളിയിലെ വെള്ളമാണ് ഇതുവഴി പോകുന്നത്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷം. കണ്ടോ ജീപ്പൊക്കെ പോകുന്നുണ്ടോ? ഇത് മാക്സിമം ഇത് ഓഫ് റോഡ് ജീപ്പൊക്കെ പോകുന്നൊരു വഴിയാണ്. ബൈക്കൊക്കെ വളരെ റെയറാണ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെയെങ്കിലുമൊക്കെ റീച്ച് ആയിട്ടുണ്ട്. നമുക്ക് അവിടെ അകത്ത് ചെന്നിട്ട് ബ്രിഡ്ജിൽ ചെന്നിട്ട് ബാക്കി വ്യൂ ഒക്കെ അവിടെ നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതൊരു റെയറായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ പ്രേമം സിനിമയിലെ ബട്ടർഫ്ലൈ? നല്ല ഭംഗിയില്ലേ? ഭയങ്കര റെയറായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആണ്. ബ്രിഡ്ജിലേക്ക് പോകാണ് കേട്ടോ. ശരിക്കും നമ്മൾ അഞ്ചുരുളിയിൽ 2 മണിക്കൂറോളം നടക്കേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷൻ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇന്നത്തെ ദിവസം അഞ്ചുരുളിയിലേക്ക് പോകത്തില്ലായിരുന്നു. ഇനി എനിക്ക് ഇവിടെ നിന്ന് കാൽവറി മൗണ്ടിലേക്ക് പോകാൻ പറ്റില്ല. ഭയങ്കര ദൂരമുണ്ട്. അപ്പോൾ നല്ല സമയം താമസിക്കും. ഇപ്പം തന്നെ സമയം 4 മണിയായി. സോ നമുക്ക് ഇവിടത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മൾ നമ്മുടെ പാലത്തിലേക്ക് കയറുകയാണ്. വലുതുകാലെടുത്ത് വെച്ച് കയറി. അയ്യോ, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ?
ശരിക്കും നമ്മൾ നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ വൈബ്രേഷൻ ഈ പാലത്തിൽ അറിയാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നടന്നു പോവുകയാണെങ്കിലും പാലം ഇങ്ങനെ വൈബ്രേറ്റ് ആവും, നല്ലോണം കുലുങ്ങും. നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ അയ്യപ്പൻകോവിൽ ബ്രിഡ്ജിൽ വന്നിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. കാറ്റൊക്കെ അടിക്കുമ്പോൾ ആ ഒരു പാലത്തിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ, നല്ല രസമല്ലേ. എനിക്ക് താഴോട്ട് നോക്കുമ്പോൾ പേടി പോകുന്നു കേട്ടോ. എനിക്ക് കരച്ചു തരാം താഴേക്കുള്ള വ്യൂ. അയ്യോ കണ്ടോ, അയ്യോ പിള്ളേരൊക്കെ ഓടി ഓടി വേണം. അയ്യോ ചെറുക്കൻ ചവിട്ടുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് പാലം ഫുള്ള് കുലുക്കുന്നത്. ഞാൻ ചവിട്ടുന്ന ആളെ കാണിച്ചത് കേട്ടോ. പിള്ളേരൊക്കെ ഇതുവഴിയപ്പോൾ സ്കൂളിൽ പോയിട്ട് പോകുന്നത്. അയ്യോ ഇവിടെ നിന്ന് അപ്പുറത്തിറങ്ങിയാൽ നമുക്ക് വണ്ടിയിൽ പോകാം. ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളം വരുമ്പോൾ ഈ പ്രദേശം ഫുള്ളും വെള്ളത്തിൽ നിറയും. അപ്പം നടന്നു പോകാൻ വേണ്ടിയിട്ട്, മനുഷ്യർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സർക്കാർ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഫുള്ള് വെള്ളമായിട്ട് നിറയും. ഇപ്പോൾ വെള്ളം കുറവാണ് ശരിക്കും. അതുകൊണ്ട് വെള്ളമുള്ള സമയത്ത് ഇവിടെ ഫുള്ളും നിറയും. അപ്പം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പദ്ധതിയാണ്. അതിപ്പോൾ ടൂറിസ്റ്റ് ആൾക്കാർ നല്ലോണം എൻജോയ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മുടെ 2 ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തി. അയ്യപ്പൻകോവിലും അഞ്ചുരുളിയും കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. എന്തായാലും അഞ്ചുരുളിയിൽ ഇപ്പോൾ പോകണ്ട, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോഴത്തേക്കും റോഡ് പണിയൊക്കെ ശരിയാവും, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകേണ്ടി വരും എന്നെ പോലെ. സോ ഇപ്പം നമ്മൾ അയ്യപ്പൻകോവിൽ ബ്രിഡ്ജ് കണ്ടു. എനിക്ക് വീട്ടിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല തിരിച്ച് വേറെ എങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകേണ്ട പ്രചോദനം നൽകുന്നത്. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഓക്കെ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ കൂടെ ജേർണിയിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവരും നന്ദി. സോ നമുക്കിനി ബാക്ക് ടു ഹോമാണ്. ഇവിടെ നിന്ന് ഇനി നമ്മളൊരു 40 കിലോമീറ്റർ ട്രാവൽ ചെയ്ത വീടെത്തത്തുള്ളൂ. സോ നമുക്ക് എന്തായാലും ഇരുട്ടുന്നതിന് മുന്നേ പോകാം. ഇപ്പം സമയം 4:30 ആയി. ഞാൻ അവിടെ എത്തുമ്പോൾ 6:30 ആവും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എനിവേ ഐ ലവ് യു സോ മച്ച് ഗൈസ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. Stay tuned for the next video. Bye bye.